പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വെച്ചിരുന്നിടത്ത് ഒരുവൻ തലയ്ക്കലും ഇതരൻ കാൽക്കലുമായിരിക്കുന്നത് അവൾ കണ്ടു. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. അവരവനെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭോ, അങ്ങ് അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം. യേശു അവളെ വിളിച്ചു, മറിയം. അവൾ തിരിഞ്ഞ് റബോനി എന്ന് ഹെബ്രായ ഭാഷയിൽ വിളിച്ചു, ഗുരു എന്നർത്ഥം. യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. എന്തെന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട്, ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക. മദരനെയും മറിയം ചെന്ന്, ഞാൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരെ അറിയിച്ചു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ. പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗം ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വേദഭാഗമാണ്. ആദ്യമേ തന്നെ മഗ്ദലനേക്കാരി മറിയത്തെക്കുറിച്ച് വിശുദ്ധ വേദഗ്രന്ഥത്തിൽ പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഒരു ചിത്രമുണ്ട്. പാപിനി എന്നും അഭിസാരിക എന്നും വേദഗ്രന്ഥത്തിൽ മുദ്ര ചാർത്തപ്പെട്ട ഒരു സ്ത്രീയാണ് ഈ മഗ്ദലനേക്കാരി മറിയം. വേദപുസ്തകത്തിൻ്റെ താളുകളിൽ കണ്ണുനീരുകൊണ്ട് ഈശോയുടെ പാദപത്മങ്ങളുടെ അരികിലിരുന്നു കൊണ്ട് പാപസങ്കീർത്തന വേദിയാക്കി ഈശോയുടെ സാന്നിധ്യത്തെ മാറ്റുന്ന മറിയത്തെയാണ് ശിമയോൻ്റെ ഭവനത്തിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടുക. ഇന്നലെ വരെ ഉണ്ടായ ജീവിതത്തിൻ്റെ പാപഭംഗിലമായ ജീവിത സാഹചര്യങ്ങളെ ദൈവത്തിൻ്റെ പാദപത്മങ്ങളിൽ ഒരു നിവേദ്യം പോലെ സമർപ്പിച്ചിട്ട് പുതിയൊരു ജീവിതം ആരംഭിക്കുവാൻ ഈശോയുടെ കാൽച്ചുവട്ടിലിരിക്കുന്ന മറിയം. പിന്നെ വേദപുസ്തകത്തിൻ്റെ താളുകളിൽ ഈശോയുടെ നിഴലുപോലെ പലയിടങ്ങളിലായി മറിയത്തിനോടൊപ്പം മഗ്ദലനേക്കാരി മറിയത്തെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. മഗ്ദലനേക്കാരി മറിയം ഒരു തരത്തിൽ പറഞ്ഞാൽ അവഗണിക്കപ്പെട്ടവളും പാപിനിയെന്ന് സമൂഹം മുദ്രകുത്തിയ ഒരു സ്ത്രീയും, കൂട്ടുകാരോ അതോടൊപ്പം തന്നെ ഉറ്റവരോ ഉടയവരോ ഒക്കെ പാപിനിയെന്ന് മുദ്രകുത്തി അവളെ അകലങ്ങളിലേക്ക് മാറ്റി നിർത്തിയ, അങ്ങനെ സാഹചര്യങ്ങളിലൂടെ ഒറ്റപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ കനൽ വഴികളിൽ ഇന്നലെ വരെ സംഭവിച്ചുപോയ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം അവളെ കൈപിടിച്ച് നടത്തുന്ന അനുഭവം വേദപുസ്തകത്തിൻ്റെ താളുകളിൽ നിന്നും നമ്മൾ കണ്ടുമുട്ടുകയാണ്. അങ്ങനെ എല്ലാവരും അവളെ പാപിനി എന്ന് മുദ്രകുത്തിയപ്പോൾ സോദരി എന്ന് പറഞ്ഞ് കരങ്ങൾ ചേർത്ത് പിടിക്കുവാൻ കാരുണ്യം കാണിച്ച ദൈവത്തോട് ചേർന്ന് ഈശോയോട് ചേർന്ന് ഈശോയുടെ നിഴല് പോലെ കാൽവരി മലയുടെ മുകളിൽ വരെ ഈശോയെ അനുഗമിക്കുന്നതായി വേദപുസ്തകത്തിൻ്റെ താളുകളിൽ നമ്മൾ മഗ്ദലനേക്കാരി മറിയത്തെ കണ്ടുമുട്ടുന്നുണ്ട്. പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിൻ്റെ താളുകളിൽ നമ്മൾ വായിച്ചു വയ്ക്കുന്നു, ഈശോയുടെ മരണത്തിൻ്റെ അവസാനത്തെ വിനാഴികയിൽ ഈശോ സ്വന്തം അമ്മയായ മറിയത്തെ യോഹന്നാനെ ഏൽപ്പിക്കുന്നുണ്ട്, യോഹന്നാനെ മറിയത്തിനെയും ഏൽപ്പിക്കുന്നുണ്ട്. പക്ഷേ മഗ്ദലനേക്കാരി മറിയം മാത്രം കാൽവരി മലയുടെ ഏകാന്തതയിൽ ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ സങ്കടപ്പെട്ട് നിൽക്കുന്നൊരു കാഴ്ച വേദപുസ്തകത്തിൻ്റെ താളുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. ഇനി ആരാണ് അവൾക്ക് അഭയമാകുക? ഇനി ആരാണ് അവരുടെ കരങ്ങൾ പിടിച്ച് സോദരി എന്ന് ചേർത്ത് പിടിക്കുക? ഇന്നലെ വരെ സഹോദരനെപ്പോലെ ചങ്ങാതിയെപ്പോലെ കൂടെ നടന്ന ഈശോ എന്ന് പറയുന്ന 33 വയസ്സുള്ളൊരു ദൈവം കാൽവരി മലയുടെ മുകളിൽ പ്രാണവേദനയോട് കുരിശിൻ്റെ തലങ്ങളിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നത് കണ്ടു നിന്നപ്പോൾ അവൾക്കറിയാം,
ഇനി അവളുടെ ജീവിതത്തിൽ കൂട്ടായും തുണയായും, ജീവിതത്തിൽ സാരമില്ലെന്ന് പറഞ്ഞ് അവളെ സാന്ത്വനിപ്പിക്കാനും, ലോകം മുഴുവൻ പാപിനി എന്ന് മുദ്രകുത്തി അവളെ അകലങ്ങളിലേക്ക് മാറ്റി നിർത്തിയാലും ചേർത്ത് പിടിക്കാനും സ്നേഹിക്കുവാനും കരങ്ങൾ ചേർത്ത് പിടിച്ച് കൂടെ നടക്കുവാനും കൂടെ നടത്തുവാനും ഇനി ഈശോ എന്ന് പറയുന്ന 33 വയസ്സുള്ള ദൈവമില്ല എന്ന തിരിച്ചറിവിൽ കാൽവരി മലയുടെ മുകളിൽ നിന്നും ഏകാന്തതകളിലേക്ക് അവൾ പടിയിറങ്ങുകയാണ്. അവൾ ഇനി ഏത് വീട്ടിലാണ് അഭയം പ്രാപിക്കുക? അവളുടെ സങ്കടങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ ഏത് കൂട്ടുകാരന് മുമ്പിലാണ് അവൾ തുറന്നു വയ്ക്കുക? ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ താളുകളിൽ സങ്കടമുണ്ടാകുമ്പോൾ ആ സങ്കടങ്ങളുടെ മഴപ്പേത്തുകൾ ആരുടെ മുമ്പിലാണ് ഇനി അവൾ കരഞ്ഞു തീർക്കുക? ആകെ ഉണ്ടായിരുന്ന ഈശോ എന്ന് പറയുന്ന 33 വയസ്സുള്ള ദൈവം, ഈശോ എന്ന ചെറുപ്പക്കാരൻ അവൾക്ക് നഷ്ടമായപ്പോൾ അവൾക്ക് നഷ്ടമായത് അവളുടെ ഇന്നലകളും ഇന്നും ഒക്കെയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെയാണ് ഈ വേദപുസ്തകത്തിൻ്റെ താളുകളിൽ നമ്മൾ മറിയമെന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടുക. അതിരാവിലെ അവൾ കല്ലറയിലേക്ക് പോയി എന്നുള്ളതാണ് വേദപുസ്തകത്തിൽ നമ്മൾ വായിച്ചു വയ്ക്കുക. യഹൂദരുടെ നിയമമനുസരിച്ച് രാത്രിയിൽ ഒരു സ്ത്രീ നടക്കുക അഹിതകരമാണ്. അതും ഈശോയെ അടക്കം ചെയ്ത ഒലിവ് മരങ്ങൾക്കിടയിലൂടെ ഒരു പെൺകുട്ടി നടന്നു പോവുക, ഒരു സ്ത്രീ നടന്നു പോവുക, ഒരു യൗവനക്കാരി നടന്നു പോവുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് തീവ്രമായൊരു സ്നേഹത്തിൻ്റെ പ്രതിഫലനം തന്നെയാണ്. അതിരാവിലെ പുലരുന്നതിന് മുമ്പേ, വെട്ടം വീഴുന്നതിന് മുമ്പേ ഒലിവ് മരങ്ങൾക്കിടയിലൂടെ, ഇരുൾ നിറഞ്ഞു നിൽക്കുന്ന കാട്ടിന് നടുവിലൂടെ, കാട്ടുവഴിയിലൂടെ ഒരു പെൺകുട്ടി സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ധൈര്യമാണ് മഗ്ദലനക്കാരി മറിയം തൻ്റെ ഹൃദയത്തിൽ ഉണ്ടാക്കി ഈശോയെ കാണുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. പ്രിയമുള്ളവർ, അത്രമാത്രം തീവ്രമായ ഒരു സ്നേഹം മഗ്ദലനക്കാരി മറിയത്തിന് ഈശോയോടുണ്ടായിരുന്നു. എല്ലാവരും ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നും അവരവരുടെ വഴികളിലേക്ക് തിരിഞ്ഞു പോയപ്പോൾ മഗ്ദലനക്കാരി മറിയം മാത്രം ഉറക്കമിളച്ച കണ്ണുകളുമായി മഗ്ദലനക്കാരി മറിയം ഈശോയുടെ അരികിലേക്ക് തീവ്രമായ സ്നേഹത്തോടെ ഓടിയെത്തുകയാണ്. ഒരുപക്ഷെ ക്രൂര മൃഗങ്ങൾ ആ കാട്ടിനുള്ളിൽ ഒളിച്ചിരുന്ന് അവളെ ആക്രമിച്ചാലോ, അല്ലെങ്കിൽ അവളെ ആരെങ്കിലും അപായപ്പെടുത്താൻ വേണ്ടി ഇരുളിൻ്റെ കാടിനുള്ളിൽ മറഞ്ഞിരുന്നാലോ, അങ്ങനെ 1000 ചിന്തകൾ ഒരുപക്ഷെ അവളുടെ ഹൃദയത്തിലുണ്ടെങ്കിലും അവളെ നയിക്കുന്നത് ഈശോ എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹമാണ്. അവൾക്കറിയാം, അവൾ കണ്ടതാണ് കാൽവരി മലമുകളിൽ നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തൻ്റെ പ്രാണൻ വെടിഞ്ഞ് ഈശോ മരണത്തിലേക്ക് പടിയിറങ്ങിപ്പോയത്. എന്നിട്ടും അവളെ ആ ശവകുടീരത്തിലേക്ക് വലിച്ചടിപ്പിക്കുന്നത് എന്താണ്? പ്രിയമുള്ളവരെ, വിശ്വാസമെന്നത് നമ്മളെ പഠിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ വേദപുസ്തകത്തിൻ്റെ താളുകളിൽ മറിയമെന്ന പെൺകുട്ടിയാണ്. ഈശോ മരിച്ചു എന്നറിഞ്ഞിട്ടും ശവകുടീരത്തിൽ ഉറങ്ങുന്നത് മൃതശരീരമാണെന്ന് അവൾ വിശ്വസിക്കുമ്പോഴും അവളെ അങ്ങോട്ട് ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹവലയം ഈ കാട്ടിനുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അല്ലെങ്കിൽ പിന്നെ മരിച്ചുപോയത് കണ്ട ഒരു വ്യക്തിയെ തേടി ഇത്രയും ഇരുൾ നിറഞ്ഞൊരു രാത്രിയിൽ ഒരു പെൺകുട്ടി എന്തിനാണ് പോവുക? പ്രിയമുള്ളവർ, എത്രമാത്രം തീവ്രമായ ഒരു സ്നേഹം മഗ്ദലനക്കാരി മറിയം ഈശോയോട് കാണിച്ചു എന്നുള്ളതാണ്. നമ്മുടെ വേദപുസ്തകത്തിൻ്റെ താളുകൾ നമ്മൾ വായിച്ചു വയ്ക്കുന്നുണ്ട്. ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് ഈശോ അവളെ വിളിക്കുന്നതാണ്, മറിയം. പിന്നെ ഈശോ ചോദിക്കുന്നു, നീ എന്തിനാണ് കരയുന്നത്? പ്രിയമുള്ളവരെ, അന്ധകാരത്തിൻ്റെ കൂരിരുൾ നിറഞ്ഞ ആ ഒരു രാത്രിയിൽ ഒരു പെൺകുട്ടി ഒലിവ് മരങ്ങൾക്കിടയിൽ നിന്ന് നിലവിളിച്ച് കരയുന്നത് ഈശോ എങ്ങനെയാണ് കാണുക? നമുക്കറിയാം, ഒരു വെട്ടമില്ലാത്ത മുറിയിൽ നമ്മുടെ ഉറ്റവരോ ഉടയവരോ ശബ്ദമില്ലാതെ കരയുന്നത് കാണാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? നമ്മൾ കിടന്നുറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കാൽച്ചുവട്ടിലിരുന്ന് നമ്മളെ ഓർത്ത് കരയുന്ന ഒരു അമ്മയുടെ കണ്ണുനീര് രാത്രിയിൽ നമുക്ക് കാണാൻ സാധിക്കുമോ? പ്രിയമുള്ളവരെ, അങ്ങനെ ഉറ്റവരും ഉടയവരുമായി നമുക്ക് ചുറ്റും ആൾക്കാർ നിൽക്കുമ്പോഴും ഒരു രാത്രിയിൽ അവർ കരഞ്ഞാൽ ആ രാത്രിയെ വകഞ്ഞു മാറ്റി അവരുടെ കണ്ണുനീരിനെ നമുക്ക് കാണാൻ സാധിക്കുമോ? പക്ഷേ പ്രിയമുള്ളവരെ, ഈശോയ്ക്കത് സാധിക്കുമെന്നുള്ളതാണ് വേദവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഏത് കൂരിരുട്ടിൽ നിന്ന് നമ്മൾ കരഞ്ഞാലും ആ കണ്ണുനീരിനെ, ഇരുട്ടിനെ വകഞ്ഞു മാറ്റി കാണുവാൻ തക്ക വിധം വാത്സല്യമുള്ളൊരു സ്നേഹത്തിൻ്റെ പേരാണ് ദൈവം. ഏത് കൂരിരുട്ടിലായിക്കൊള്ളട്ടെ, എത്ര അന്ധകാരം നിറഞ്ഞ മുറിയിലായിക്കൊള്ളട്ടെ,
നമ്മുടെ കണ്ണുനീരിനെ ഏതു കൂരിരുട്ടിലും മനസ്സിലാക്കുന്ന സ്നേഹത്തിൻ്റെ പേരാണ് ദൈവം. പ്രിയമുള്ളവരെ, നമ്മൾ എത്ര തവണ നമ്മുടെ കണ്ണുനീർ മറ്റുള്ളവർ കാണാതെ പോയിട്ടുണ്ട്. വെട്ടമുണ്ടായിട്ട് പോലും നമ്മളൊക്കെ കരയുന്നത് കാണാനും ആശ്വസിപ്പിക്കുവാനും നമ്മളെ ചേർത്ത് പിടിക്കാനും ആരും ഇല്ലാതിരുന്ന എത്രയോ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. എത്രയോ തവണ ആരും അറിയാതെ വീടിൻ്റെ ഏകാന്തതകളിലിരുന്ന് 4 ചുവരുകൾക്കുള്ളിലിരുന്ന് എത്രയോ തവണ ഒരു അമ്മ കരഞ്ഞിട്ടുണ്ടാകും. ഒരു പക്ഷേ പെറ്റുവളർത്തിയ മക്കൾ പോലും ഒരു പക്ഷേ വെട്ടമുണ്ടായിട്ട് പോലും ഒരു അമ്മയുടെ കണ്ണുനീര് ഇന്നോളം ചിലപ്പോൾ കണ്ടു കാണില്ല. വൃദ്ധസദനത്തിലിരുന്ന് എത്രയോ മാതാപിതാക്കളാണ് ഉപേക്ഷിച്ച മക്കളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ട് നിലവിളികളും കനൽ വഴികളെക്കുറിച്ചോർത്ത് സങ്കടങ്ങളുമായി ജീവിക്കുക. അവരുടെ കണ്ണുനീര് തൊട്ടടുത്ത് നിൽക്കുന്ന മക്കൾ പോലും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകില്ല. ഒരുപക്ഷെ ജീവിതം മുഴുവൻ കരങ്ങൾ പിടിച്ചു നടക്കുന്ന സ്വന്തം ജീവിത പങ്കാളിക്ക് അവരുടെ കണ്ണുനീരിനെ മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഭാര്യയ്ക്കോ ഭർത്താവിനോ പരസ്പരം ഇന്നോളമുള്ള ജീവിതത്തിൽ അത്രമേൽ സാധിച്ചിട്ടുണ്ടെന്ന് വരില്ല. മക്കളുടെ കണ്ണുനീരുകൾ കാണാൻ ഒരുപക്ഷെ അപ്പനും അമ്മയ്ക്കും എത്ര വട്ടമുണ്ടായിട്ടും കണ്ടെന്ന് വരില്ല. കൂടെ നടക്കുന്ന ചങ്ങാതിമാരുടെ കണ്ണുനീര് കാണാൻ ഒരുപക്ഷെ കരങ്ങൾ പിടിച്ച് നടക്കുന്ന ചങ്ങാതിമാർക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. പക്ഷേ പ്രിയമുള്ളവരെ, വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഏത് സങ്കടങ്ങളുടെ കൂരിരുട്ടിൽ നിന്ന് നമ്മൾ കരഞ്ഞാലും ആ കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റി നമ്മുടെ കണ്ണുനീരിനെ കാണാൻ നമ്മുടെ അടുത്തു വരുവാൻ കാത്തിരിക്കുന്ന സ്നേഹത്തിൻ്റെ പേരാണ് ദൈവം. പ്രിയമുള്ളവരെ, ഈ വലിയ ചിന്തയാണ് ഈ വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് തോന്നുന്നു. ഏതു കണ്ണുനീർ കണവും ഏതു കൂരിരുട്ടിലും കാണുന്ന സ്നേഹത്തിൻ്റെ പേരാണ് ദൈവമെന്ന് യോഹന്നാൻ ഇന്ന് വേദപുസ്തകത്തിലൂടെ പറഞ്ഞു വയ്ക്കുകയാണ്. പക്ഷേ അവൻ്റെ അരികിലേക്ക് പോകാൻ മഗ്ദലനക്കാരി മറിയം കാണിച്ച തീവ്രമായ ഒരു സ്നേഹം നമുക്കുണ്ടാകണം. ക്രൂരമൃഗങ്ങൾ പതിയിരിക്കുന്ന ഒലിവുമരങ്ങൾക്ക് നടുവിലൂടെ മല താഴ്വാരങ്ങൾക്കിടയിലൂടെ മറിയമെന്ന പെൺകുട്ടി ആ അന്ധകാരത്തിന് നടുവിലും വിശ്വാസത്തോടെ ഈശോയെ അന്വേഷിച്ചിറങ്ങിപ്പോകുമ്പോൾ അവരുടെ ഹൃദയത്തിലുണ്ടായത് തീവ്രമായ സ്നേഹവും വിശ്വാസവും മാത്രമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ തീവ്രമായ സ്നേഹത്തോടെ അപകടങ്ങൾ പതിയിരിക്കുന്ന ഇടനാഴികളിലൂടെ ദൈവത്തിനു വേണ്ടി ദൈവത്തിനെ അന്വേഷിച്ചിറങ്ങുന്നവർക്ക് മാത്രം കാണുവാൻ ഭാഗ്യം കിട്ടുന്ന ഒരു രൂപമാണ് ഈശോയുടേത്. അങ്ങനെയുള്ളവരോടാണ് ഈശോ ചോദിക്കുക, നീ എന്തിനാണ് കരയുന്നതെന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കും ഈശോയെ അന്വേഷിച്ചിറങ്ങാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏകാന്തതയോടെ പിടയുമ്പോൾ, ആരുമില്ലാതെ നമ്മൾ ഒറ്റയാക്കപ്പെടുമ്പോൾ, കൂരിരുട്ടിൽ ആരും അറിയാതെ നമ്മൾ കരയുമ്പോൾ അവൻ നമ്മളോടും ചോദിക്കും, നീ എന്തിനാണ് കരയുക. പ്രിയമുള്ളവരെ, ഈ ഒരു വേദഭാഗത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി നമുക്ക് ചിന്തിക്കാം. ഏത് കൂരിരുട്ടിലും നമ്മുടെ കണ്ണുനീർ കാണുന്ന സ്നേഹത്തിൻ്റെ പേരാണ് ദൈവം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.